ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 ഒക്ടോബർ മാസം 3-ാം തീയതി വ്യാഴാഴ്ച ദിവസം 1200 ആണ്ട് കന്നി മാസം 17-ാം തീയതി ഇന്ത്യൻ തീയതി അശ്വിന മാസം 11-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:13 അസ്തമയം വൈകുന്നേരം 6:10 നാളത്തെ തിഥി പ്രഥമ തിഥിയാണ്. നാളത്തെ ഉദയാൽപരം നക്ഷത്രം അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രം ആരംഭിക്കുന്ന സമയം ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:25 അവസാനിക്കുന്ന സമയം വ്യാഴാഴ്ച വൈകുന്നേരം 3:33 വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് 3:33 അത്തം നക്ഷത്രം അവസാനിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ, അതായത് ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:25 മുതൽ വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് 3:33 വരെയുള്ള സമയത്ത് ജനിക്കുന്ന കുട്ടികൾ അത്തം നക്ഷത്ര ജാതകരാണ്. അത്തം നക്ഷത്രം എന്ന് പറഞ്ഞാൽ കന്നിക്കൂറിൽപ്പെട്ട ദേവഗണത്തിൽപ്പെട്ട സ്ത്രീ നക്ഷത്രമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി നാളെ അത്തം നക്ഷത്രപ്രകാരം ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:25 മുതൽ വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് 3:33 വരെയുള്ള അത്തം നക്ഷത്ര സമയപ്രകാരം ഉത്രാടം, തിരുവോണം, മകം, പൂയം, രോഹിണി, മകീരം, ഉത്രം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഉത്രാടം, തിരുവോണം, മകം, പൂയം, രോഹിണി, മകീരം, ഉത്രം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതാണെന്ന് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. അപ്പോൾ ഈ സമയത്ത്, അതായത് ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:25 മുതൽ വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് 3:33 വരെയുള്ള സമയത്ത് അത്തം നക്ഷത്രപ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ളത് പുണർദം, ആയില്യം, പൂരം, മൂലം എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പുണർദം, ആയില്യം, പൂരം, മൂലം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നും ജ്യോതിഷം ഓർപ്പിക്കുന്നുണ്ട്. ഇനിയും നാളെ വ്യാഴാഴ്ച ദിവസമാണ്, ശുഭദിനമാണ്. ശുഭകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള ശുഭസമയം പറഞ്ഞുതരാം. രാവിലെ 6:13 മുതൽ 9:13 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് 10:43 മുതൽ ഉച്ച കഴിഞ്ഞ് 1:43 വരെയുള്ള സമയവും ശുഭസമയമാണ്. ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയമുണ്ടാകും, ജീവിത വിജയമുണ്ടാകുമെന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു. അപ്പോൾ കഴിവതും ഈ സമയമൊക്കെ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യുക, തീർച്ചയായിട്ടും ജീവിത വിജയമുണ്ടാകും. ഓക്കെ, ഇനി സംഖ്യാശാസ്ത്രമാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. നാളത്തെ തീയതി 3 ഏതൊരു മാസത്തെയും 3, 12, 21, 30 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് നാളത്തെ ദിവസം അനുകൂലമായൊരു ദിവസമാണെന്ന് പറയുന്നു. അപ്പോൾ നാളത്തെ ദിവസം പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ CGLS എന്നീ അക്ഷരങ്ങളുള്ളവർ നാളത്തെ ദിവസം നീല, ചുവപ്പ്, റോസ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ അവരുടെ ജീവിതത്തിൽ കൂടുതൽ ഉത്തമമായ ഫലങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ സംഖ്യാ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർ ഇക്കാര്യങ്ങൾ ഫോളോ ചെയ്യുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തുടർച്ചയായിട്ട് എല്ലാ വീഡിയോ കാണാൻ ശ്രമിക്കുക. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യ വീഡിയോയിൽ കൂടി പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ മുടങ്ങാതെ കേൾക്കുക. അതുപോലെ തന്നെ ജീവിതത്തെ ക്രമീകരിച്ച് പോയാൽ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകുമെന്ന് ജ്യോതിഷം പറയുന്നു. മനുഷ്യ ജീവിതത്തെ, അതായത് സ്വഭാവ രൂപീകരണം അവിടെ ഒരു ക്രമീകരണം വരുത്താൻ ജ്യോതിഷം ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ സംസാരത്തിൽ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ ഉപയോഗിക്കേണ്ട വാക്കുകളെക്കുറിച്ചുള്ളൊരു ക്രമീകരണം വരുത്തുവാൻ ഓർപ്പിക്കുന്നു. പെരുമാറേണ്ട രീതികളെക്കുറിച്ച് ജ്യോതിഷം ഓർപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതിലൊക്കെ ഒരു ക്രമീകരണം വരുത്തി മുമ്പോട്ട് പോയാൽ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും. അപ്പോൾ നാളത്തെ ദിവസം നിങ്ങൾക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ ജീവിത വിജയം ഉണ്ടാകും. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ, ശുഭസമയം ചെയ്യേണ്ട കാര്യത്തിൽ ശുഭസമയം ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ സമയം നോക്കി ചെയ്താൽ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും. അവിടെ ഒരു ക്രമീകരണം വരുത്തുകയാണ്. നേരത്തെ അങ്ങനെ ഒരു ക്രമീകരണമില്ലായിരുന്നു. ഏതൊക്കെ സമയത്തെങ്കിലും എപ്പോഴെങ്കിലും അങ്ങ് ചെയ്തു പോകും. അങ്ങനെയല്ല, അതിനൊരു ടൈം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി അങ്ങനെ ഒരു ക്രമീകരണം വരുത്തി ചെയ്താൽ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ക്രമീകരണം വരുത്തുക, ജീവിതത്തിൽ ഒരു ക്രമീകരണം വരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ജ്യോതിഷം ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. ഇപ്പോൾ എല്ലാ ദിവസങ്ങളും നിങ്ങൾക്ക് അനുയോജ്യമല്ല എന്നുള്ളത് വിശ്വസിക്കുക. അനുയോജ്യമായ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക. അവിടെ ഒരു ക്രമീകരണമാണ്. കുത്തഴിഞ്ഞ
ഒരു ജീവിതം നയിക്കാതെ ഒരു അടുക്കും ചിട്ടയും ക്രമീകരണവുമുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ടാണ് ജ്യോതിഷം ഓർപ്പിക്കുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്താൽ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെല്ലാം ഒരു ക്രമീകരണം വരുത്തുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം. തീർച്ചയായിട്ടും വിശ്വസിക്കാം. പലർക്കും ജ്യോതിഷത്തിൽ വിശ്വാസമില്ല എന്നൊക്കെ ആൾക്കാർ പറയുന്നു. പക്ഷേ വിശ്വസിക്കും. എങ്ങനെയാണ്? ഒരു തട്ടുകേട് വന്ന് ഒരു പരാജയം വന്ന് ഒരു തകർച്ച വന്നു കഴിയുമ്പോൾ, ആരും കാണാത്തൊരു അവസ്ഥ വരുമ്പോൾ അപ്പോൾ ജ്യോതിഷത്തെ വിശ്വസിക്കും. അതാണ് ജ്യോതിഷത്തിൻ്റെ പ്രത്യേകത. ജ്യോതിഷത്തിൻ്റെ പ്രത്യേകതയല്ല, ജ്യോതിഷത്തിൻ്റെ ശക്തി അതാണ്. ഇപ്പോൾ ചെറുപ്പക്കാരാണെങ്കിൽ പോലും ഒരു 35 വയസ്സ് 40 വയസ്സ് വരെയുള്ളവരൊക്കെ വലിയ വിശ്വാസമൊന്നും ഇല്ല. നല്ല രീതിയിൽ ജീവിക്കുന്ന, പ്രശ്നങ്ങളൊന്നുമില്ല ജീവിച്ചു പോകുന്നവർ ജ്യോതിഷത്തെ ആശ്രയിക്കത്തില്ല. ഈ സമയത്ത് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ജീവിച്ചിട്ട് ഇതുപോലെ തന്നെ ജീവിതം മുമ്പോട്ട് പോകുമെന്നും പറഞ്ഞിരിക്കുന്നവർക്കാണ് 40 വയസ്സ് കഴിയുമ്പോഴാണ് തട്ടുകേടൊക്കെ വരുന്നത്. അപ്പോഴാണ് ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനും അന്വേഷിക്കാനും തുടങ്ങുന്നത്. ഇപ്പോൾ എല്ലാവരും അങ്ങനെയാണല്ലോ. രോഗം വന്നു കഴിഞ്ഞാൽ മതിയല്ലോ ഡോക്ടറെ തേടി പോകേണ്ട ആവശ്യം. അപ്പോൾ അങ്ങനെയാണല്ലോ. അതിന് മുമ്പ് ഡോക്ടറെ കണ്ടു വെക്കേണ്ട ആവശ്യമില്ല. അത് മനുഷ്യജീവിതത്തിൽ അങ്ങനെയാണല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഏതൊരു കാര്യത്തിൻ്റെയും ആവശ്യം വരുമ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചാൽ മതി. അതാണ് അതിൻ്റെ രീതി. അപ്പോൾ അത് ചികിത്സ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. എന്നാൽ ഇതെന്ന് പറഞ്ഞാൽ അറിഞ്ഞു വച്ചാൽ പിന്നെ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ജ്യോതിഷത്തിൻ്റെ പ്രത്യേകത. ജീവിതത്തെ ക്രമീകരിച്ച് ജ്യോതിഷപ്രകാരമുള്ള ഒരു ക്രമീകരണ ജീവിതം നയിക്കുന്നവർക്ക് പിന്നീട് അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ജ്യോതിഷത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ അങ്ങനെയാണ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യം. ഇപ്പോൾ ഒരു ഡോക്ടറെ നമ്മൾ രോഗം വന്നു കഴിഞ്ഞാണ് അന്വേഷിക്കേണ്ടത്. പക്ഷേ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, എപ്പോഴും എന്നും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ക്രമീകരണം വരുത്തി ജീവിക്കുവാൻ വേണ്ടി ഉള്ള പ്രത്യേകതയാണ്. അപ്പോൾ വിവാഹമൊക്കെ ആലോചിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. വിവാഹം ആലോചിക്കുമ്പോൾ ഒരു പുരുഷൻ അഷ്ടമരാശിയിലുള്ള സ്ത്രീയെ വിവാഹം കഴിക്കാൻ പാടില്ല. ഒരു സ്ത്രീയും അഷ്ടമരാശിയിലുള്ള പുരുഷനെ വിവാഹം കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയും, സ്ത്രീകൾ ഗർഭിണികളായിരിക്കുമ്പോൾ വയറിന്മേൽ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ആ കുഞ്ഞ് പ്രസവിച്ച് അല്ലെങ്കിൽ ആ സ്ത്രീ പ്രസവിച്ച് കുഞ്ഞ് ജനിക്കുന്ന സമയം വരെയും കൈവച്ച് പ്രാർത്ഥിക്കാവുന്ന സമയങ്ങളിലൊക്കെയും കൈവച്ച് പ്രാർത്ഥിക്കണം. കാരണം ആ കുഞ്ഞ് ജനിച്ച് വീഴുമ്പോൾ ഈ മാതാവിൻ്റെ അഷ്ടമരാശിക്കൂറിലാണെങ്കിൽ മാതാവിൻ്റെ ജീവിതം കട്ടപ്പുകയാണ്. മാതാവിൻ്റെ 12ാം ഭാവത്തിലാണെങ്കിൽ കട്ടപ്പുകയാണ്. അപ്പോൾ 6ാം ഭാവത്തിലാണെങ്കിൽ അതും പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സ്ത്രീകൾ ഗർഭിണികളായിരിക്കുമ്പോൾ മുതൽ പ്രാർത്ഥിക്കുക. ഭഗവാനെ, ഈശ്വര, ദൈവമേ, എൻ്റെ കുഞ്ഞ് എനിക്ക് സമാധാനവും സന്തോഷവും സ്വസ്ഥയും തരുന്നൊരു കുഞ്ഞായി വരണം. അതിനുവേണ്ടി ഭഗവാനെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞാൽ അനുയോജ്യമായൊരു കുഞ്ഞിനെ നാളുകൊണ്ടും നക്ഷത്രം കൊണ്ടും ദിവസം കൊണ്ടും ഒക്കെ അനുയോജ്യമായൊരു കുഞ്ഞിനെ കിട്ടും. അല്ലാത്ത പക്ഷം ജീവിതകാലം മുഴുവൻ കണ്ണുനീർ കുടിക്കേണ്ട അനുഭവം ഉണ്ടാകുമെന്നും ജ്യോതിഷം പറയുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കുക. മറ്റുള്ളവർക്ക്, അതായത് ഇപ്പോൾ ചെറുപ്രായത്തിലുള്ളവർക്ക്, അതായത് വിവാഹമൊക്കെ കഴിച്ച് ആദ്യമായിട്ട് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുന്ന പെൺകുട്ടികളോടൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുക. അമ്മമാരൊക്കെയാണത് പറഞ്ഞു കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ മാതാപിതാക്കൾ, മുത്തശ്ശനും മുത്തശ്ശിയൊക്കെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അവരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഓക്കെ. ജ്യോതിഷപരമായ സേവനങ്ങൾ ആവശ്യമുള്ളവർ എനിക്ക് മെസ്സേജ് ചെയ്യുകയോ അല്ലെങ്കിൽ ഫോണിൽ വിളിക്കുകയോ ചെയ്യാം. അതുപോലെ തന്നെ ജനനത്തീയതി, ജനിച്ച സമയം, സ്ഥലമൊക്കെ അയച്ചു തന്നാൽ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി മൊബൈലിൽ കൂടി തന്നെ വിവരങ്ങൾ പറയുന്നതാണ്. അല്ലാത്ത പക്ഷം നേരിൽ വരുവാൻ താല്പര്യമുള്ളവർക്ക് ബുക്ക് ചെയ്തതിന് ശേഷം നേരിൽ വന്ന് കാണാവുന്നതാണ് എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. ഇനിയും നമുക്ക് നക്ഷത്രഫലം ചിന്തിക്കാം. നക്ഷത്രഫലം നാളെക്കുറിച്ചുള്ള ഒരു അറിവാണ്. നാളെ വ്യാഴാഴ്ച ദിവസമാണ്. വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം 27 നക്ഷത്ര ജാതകരെയും സ്വാധീനിക്കുന്ന ദിവസമാണ്. ചന്ദ്രൻ ബലവാനല്ല, സൂര്യൻ ബലവാനല്ല. അപ്പോൾ ഒരു മാസത്തിൻ്റെ ആദ്യത്തെ 15 ദിവസം സൂര്യനാണ് ബലവാനാകുന്നത്. അത് കഴിഞ്ഞുള്ള 15 ദിവസം ചന്ദ്രനാണ് ബലവാനാകുന്നത്. എന്നാൽ നാളെ ചന്ദ്രൻ അമാവാസി കഴിഞ്ഞ് ക്ഷീണ ചന്ദ്രനാണ്. ചന്ദ്രന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ നാളത്തെ ദിവസം വ്യാഴാഴ്ച ദിവസമാണ്. വ്യാഴം എന്ന് പറയുന്ന ഗ്രഹമാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, 27 നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ സ്വാധീനിക്കുന്നത്. അപ്പോൾ വ്യാഴം 27 നക്ഷത്ര ജാതകർക്കും ഏതു വിധത്തിലുള്ള അനുഭവങ്ങളെ കൊടുക്കുമെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം. നാളെ മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാരെ സംബന്ധിച്ച് വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം അവർക്ക് 2ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 2ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ഇവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ കൊടുക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ സുഖം, സ്വസ്ഥത, ഏകാന്തന്മ അനുകൂലമാണ്. തൊഴിൽ ഗുണമുണ്ട്.
അതുപോലെ തന്നെ ഇവർക്കിപ്പോൾ ദാമ്പത്യ ജീവിത വിജയവും അനുകൂലമായി നിൽക്കുന്നു. ഏറെക്കുറെ നല്ല അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്ന സമയമാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അവർക്ക് പ്രതികൂലമായി ചില കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിലുണ്ട്. തൊഴിലിൽ ചിലർക്കൊക്കെ ഒരു ശരിയായിട്ടുള്ള ഒരു പുരോഗമനം വന്നു ചേരുന്നില്ല എന്നുള്ളൊരു പ്രത്യേകതയാണ്. കാരണം അവരുടെ 6-ാം ഭാവത്തിലാണ് തൊഴിലിൻ്റെ കാരകഗ്രഹങ്ങളായ ബുധനും സൂര്യനും നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു ശകലം പമ്മലുണ്ട്. എന്നാൽ അതൊക്കെ മാറിക്കോളും. അപ്പോൾ ഈ ഗ്രഹങ്ങൾ കന്നിരാശി വിട്ടുകഴിഞ്ഞാൽ, സൂര്യനും ബുധനും കന്നിരാശി വിട്ടുകഴിഞ്ഞാൽ പിന്നെ അവർക്ക് നല്ല അനുഭവം തൊഴിൽ മേഖലയിൽ ഉണ്ടാകും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ചെറിയ രീതിയിലുള്ള പമ്മലൊക്കെ ഉള്ളവർ വിഷമിക്കേണ്ട, അതൊക്കെ മാറിക്കോളും എന്നുള്ളതും ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ അവരുടെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ ഏറെക്കുറെ നല്ല അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്നൊരു സമയമാണ്. ചിലർക്കൊക്കെ ബന്ധുക്കൾ വിരോധികളായി തീരുവാൻ സാധ്യതയുണ്ട്. പിതാവ് മുഖേനയുള്ള നല്ല അനുഭവങ്ങളും അവർക്ക് വന്നു ചേരുന്നൊരു സമയമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ചിലർക്ക് പിതാവ് മുഖേനയുള്ള പ്രതിസന്ധികളും അനുഭവത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതും മനസ്സിലാക്കുക. പിതാവിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ പിതാവ് നിൽക്കുന്നു, അങ്ങനെ ഒരു പ്രതിസന്ധിയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹനന്മയൊക്കെ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായി ഉണ്ടാകണമെന്നില്ല. ദാമ്പത്യ ജീവിത സുഖക്കുറവ് അവരുടെ അനുഭവത്തിൽ വന്നു ചേരാം. തൊഴിൽപരമായി അവർക്ക് നല്ല നേട്ടമുള്ളൊരു സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മക്കളെ കൊണ്ടുള്ള കാര്യത്തിൽ തൃപ്തികരമായ അനുഭവം വന്നു ചേരണമെന്നില്ല. ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ വിജയമുണ്ടാകണമെന്നില്ല. പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കുടുംബസുഖവും ധനപരമായ നേട്ടവും ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളും അവർക്ക് അനുകൂലമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ബാക്കിയുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും അവർക്ക് അനുകൂലമായൊരു ഫലം നൽകുന്ന ദിവസമാണ്. മക്കളെ സംബന്ധിച്ചുള്ള തിക്താനുഭവങ്ങളും അവർക്ക് വന്നു ചേരുമെന്നുള്ളതും മനസ്സിലാക്കുക. മാതാവിൻ്റെ സ്ഥിതിയൊന്നും അത്ര മെച്ചമല്ല. മാതാവിനെ കൊണ്ടുള്ള കാര്യമൊന്നും വിജയിക്കണമെന്നില്ല. മാതാവിന് ശത്രുത വന്നു ചേരുന്നൊരു സമയമാണ്. അതുപോലെ തന്നെ ബന്ധുക്കളൊക്കെ അകന്നു പോകാൻ സാധ്യതയുള്ള ദിവസമാണ്. ബുദ്ധിപരമായി പല കാര്യങ്ങളും ചെയ്യും, എല്ലാം വിജയിക്കണമെന്നില്ല എന്നുള്ളതും മനസ്സിലാക്കുക. അപ്പോൾ നാളത്തെ ദിവസം ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടി കടന്നു പോകും എന്നുള്ളതും മനസ്സിലാക്കുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം തിരുവാതിര പുണർതം മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം വ്യാഴം ഈ നാളുകാരെ സംബന്ധിച്ച് 12-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 12-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ഈ നാളുകാരുടെ മനസ്സിലൊരു ചിന്ത കൊടുക്കും. നിങ്ങളുടെ കൈവശം കുറേ പണമുണ്ടല്ലോ, അതൊരു നല്ല കാര്യത്തിന് വേണ്ടി ചെലവഴിക്കുക എന്നുള്ളൊരു ചിന്ത കൊടുക്കും. അങ്ങനെ ഈ നാളുകാർ കയ്യിലുള്ള പണം കൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ ധനം ചെലവായി പോകും. ആ ഒരു പ്രവൃത്തി മൂലം ഇവർക്കും മനസ്സിന് സുഖവും സന്തോഷവും കിട്ടും. പൊതുവെ ഇവർക്ക് കീർത്തിയും പ്രശസ്തിയൊക്കെ വന്നു ചേരും. പക്ഷെങ്കിൽ ഇവരുടെ കയ്യിലുള്ള ധനം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞ് പിന്നീട് ഇവർ ദുഃഖിക്കും. അപ്പോൾ ആദ്യം കൊടുക്കുന്ന ചിന്ത, നിങ്ങളുടെ കയ്യിൽ പണമുണ്ടല്ലോ, അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുക എന്നുള്ളൊരു ചിന്തയാണ് കൊടുക്കുന്നത്. ആ ചിന്തയുടെ പുറത്ത് പണം ചെലവഴിക്കും. അങ്ങനെ ചെലവഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കയ്യിൽ കാശില്ല, പിന്നെ ദുഃഖിക്കുന്ന ഒരു സാഹചര്യം വരും. ചെയ്യുന്ന സമയത്ത് പേരും പ്രശസ്തിയും അംഗീകാരമൊക്കെ വരും. പിന്നീട് ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് ഈ വ്യാഴം ഇവരെ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ് പ്രത്യേകത. അതുപോലെ തന്നെ മക്കളെ കൊണ്ട് വലിയ ഗുണമൊന്നും അനുഭവത്തിൽ വന്നു ചേരുന്നൊരു ദിവസമല്ല. മിത്രങ്ങളെ, സുഹൃത്തുക്കളുമായിട്ട് പിന്നീട് ശത്രുതയൊക്കെ ആകും. അവരെ ദ്രോഹിക്കാനുള്ള വഴി ആലോചിക്കും. അങ്ങനെ ശരീരത്തിന് രോഗം, മാനസികമായും ശാരീരികമായും ദുഃഖ ദുരിത പ്രയാസങ്ങൾ, BP കൂടാം. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അതുപോലെ തന്നെ ഏതെങ്കിലും വിധത്തിലുള്ള ആപത്തനത്തേക്കൊക്കെ വന്നു ചേരാം. അങ്ങനെ പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ തന്നെയാണ് നാളത്തെ ദിവസം ഈ നാളുകാരെ തേടി വരുവാൻ സാധ്യതയുള്ളതെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അവരുടെ കുടുംബസുഖവും ധനപരമായ നേട്ടവും അവർക്ക് കാര്യമായി സപ്പോർട്ട് ചെയ്യുന്നൊരു ദിവസവുമല്ല നാളത്തെ ദിവസം എന്നുള്ളതും മനസ്സിലാക്കുക. തൊഴിൽപരമായിട്ടുള്ള പ്രശ്നം, ദാമ്പത്യ ജീവിത പ്രശ്നമൊക്കെ അലട്ടുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാരെ സംബന്ധിച്ച് അവർക്ക് നാളത്തെ ദിവസം ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ബുദ്ധിശക്തി വർദ്ധിച്ച് പല കാര്യങ്ങളിലും ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ജീവിത വിജയം നേടുന്ന ദിവസമാണ്. ശാസ്ത്രജ്ഞാനം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കൃഷികാര്യങ്ങളിൽ നിന്നുള്ള നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. തൻ്റെ ധനം ബന്ധുമിത്രാദികളുടെ ഉന്നമനത്തിന് വേണ്ടി ചെലവഴിക്കും. അനേക വിധത്തിൽ ധനം വന്നു ചേരും. ധനലാഭം ഉണ്ടാകും. എന്നാൽ ചിലരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് അവരുടെ കയ്യിലുള്ള പണം മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാതെ അവർ ലുബ്ധിച്ച് ജീവിക്കും. അങ്ങനെ ധനമില്ലാത്തൊരവസ്ഥയിൽ കൂടി അവർ ജീവിക്കും. അവർക്ക് ജീവിത സുഖവും കുറവായിരിക്കും. കയ്യിലുള്ള പണം അവർ എടുക്കാതെ ലുബ്ധരായിട്ട് ജീവിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുമെന്നും ജ്യോതിഷം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജ്യേഷ്ഠ സഹോദരൻ ഏതെങ്കിലും വിധത്തിലുള്ള ദോഷം വന്നു ചേരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ഒക്കെ ഉള്ള ഒരനുഭവം കൂടി ഈ നാളുകാർക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തൻ്റെ ജീവിതത്തിൽ
വന്നു ചേർന്നിരിക്കുന്ന പ്രതിസന്ധിയെക്കുറിച്ച് ചിന്തിച്ച് വേവലാതിപ്പെടുവാനും സാധ്യതയുണ്ടെന്നുള്ളതും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയുമായിട്ട് ചിന്തിച്ചിരുന്ന് പോകാനും സാധ്യതയുള്ള ഒരു സമയമാണെന്നുള്ളതും ജ്യോതിഷം പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടി പോവും. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഏറെക്കുറെ അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ പോലും ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സഹകരണം അവർക്ക് അത്രമേൽ ഉണ്ടാകണമെന്നില്ല എന്നുള്ളതും മനസ്സിലാക്കുക. അപ്പോൾ ഇപ്പറഞ്ഞ അനുഭവങ്ങളിൽ കൂടി നാളത്തെ ദിവസം കർക്കിടക്കുറ കടന്നു പോകും. പ്രത്യേകിച്ച് അവർക്ക് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ നിൽക്കുന്ന ഒരു സമയമാണ്. ഭാര്യ മുഖേന ഭർത്താവ് മുഖേനയുള്ള ധനപരമായ വിഷയം കൊണ്ട് അവർ വളരെ വീർപ്പ് മുട്ടുന്ന ഒരു സമയം കൂടിയാണ് ഈ സമയം എന്നുള്ളതും മനസ്സിലാക്കുക. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്രം കാൽ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് തൊഴിൽപരമായി രാജയോഗം വന്നു ചേരുന്നൊരു സമയമാണെന്നുള്ളത് മനസ്സിലാക്കുക. ആൺമക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന സമയമാണ്. അപ്പോൾ രാജയോഗ തുല്യമായ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്നൊരു സമയമാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച്. അവർക്ക് ധനപരമായ നേട്ടമുണ്ട്, അതുപോലെ തന്നെ തൊഴിൽപരമായുള്ള നേട്ടമുണ്ട്. അതവരെ ഏറെ മനസ്സിന് സന്തോഷം കൊടുക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് ഏറെ തൃപ്തിയാകുന്ന ഒരു അനുഭവമാണ്. തൊഴിൽപരമായുള്ള നേട്ടവും അതിൽ കൂടിയുള്ള ധനവരുമാനവും ഒക്കെ അവർക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് വ്യാഴം 10ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് തൊഴിൽപരമായുള്ള നേട്ടം അവർക്ക് ഉണ്ടാകുന്നു. സ്വജനങ്ങളിൽ വെച്ച് അറിയപ്പെടുന്നവരായി മാറും. മറ്റുള്ളവർ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇവർക്ക് ഈശ്വരവിശ്വാസം വർദ്ധിക്കും. ഈശ്വരവിശ്വാസികളായി ഇവർ പ്രവർത്തിക്കും, അല്ലെങ്കിൽ ജീവിക്കും. മനോഹരമായൊരു ഭവനം അവരുണ്ടാക്കുവാൻ ശ്രമിക്കും. അങ്ങനെയുള്ള നല്ല അനുഭവങ്ങളൊക്കെ നാളത്തെ ദിവസം ചിങ്ങക്കൂറുകാർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ അവർക്ക് അനുകൂലമായി നിൽക്കുന്നു. എല്ലാം കൊണ്ടും ഏറെക്കുറെ നല്ല അനുഭവമാണ് ഉള്ളത്. എങ്കിലും ദാമ്പത്യ ജീവിത പ്രശ്നം അവരിൽ വന്നു ചേരാൻ ഇടയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്ര 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവരുടെ 9ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നതെങ്കിലും അവർക്ക് ഈ 9ൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ത്രികോണത്തിൽ നിൽക്കുന്ന വ്യാഴം കൊണ്ടുള്ള വലിയ നേട്ടമൊന്നും അവർക്ക് വന്നു ചേരുന്നില്ല. കാരണം ഇപ്പോൾ തന്നെ അവരുടെ ജന്മഭാവത്തിൽ ബുധൻ നിൽക്കുന്നു, സൂര്യൻ നിൽക്കുന്നു, കേതു നിൽക്കുന്നു. 3 പാപഗ്രഹങ്ങളാണ് നിൽക്കുന്നത്. അപ്പോൾ വളരെയേറെ അവർ ഭാരപ്പെടുന്ന ഒരു സാഹചര്യമാണെങ്കിൽ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ അവർ പല വിധത്തിലുള്ള ടെൻഷൻ അടിക്കുന്നൊരു സമയമാണ്. ഒന്നിനെക്കുറിച്ച് ഒരു വ്യക്തത വരാതെ ജീവിക്കുന്നൊരു സമയമാണ്. ഒരു കാര്യത്തിൽ ഒരു നീക്കുപോക്കുണ്ടാകാത്തൊരു സമയമാണ്. ദാമ്പത്യ ജീവിത സുഖക്കുറവ് അവർക്കുണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ മക്കളെ കൊണ്ടുള്ള വലിയ നേട്ടമൊന്നും അവർക്കുണ്ടാകുന്നില്ല. 7ൽ രാഹു നിൽക്കുന്നു. പല കാര്യങ്ങളിലും ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ പോലും അകൽച്ച ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ ഒട്ടുമിക്ക ആൾക്കാർക്കും ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ബാധകമില്ലാതെ അവരും ജീവിക്കുന്നുണ്ട് എന്നുള്ളതും ഒരു സത്യമാണ്. തൊഴിൽപരമായുള്ള നേട്ടം ഇപ്പോൾ അവർക്ക് പോലീസ്, പട്ടാളം, നീതിന്യായം എന്നീ മേഖലയിലുള്ളവർക്ക് വളരെ അഭികാമ്യമായ ഒരു സാഹചര്യമാണ്. തൊഴിൽപരമായിട്ടുള്ള നേട്ടം അവർക്ക് അനുകൂലമായി നിൽക്കുന്നു. എങ്കിലും അവർക്ക് ഇക്കാര്യങ്ങളൊക്കെ ശത്രുതയൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതും മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടിയൊക്കെയാണ് നാളത്തെ ദിവസം കന്നിക്കൂറുകാർ കടന്നു പോകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ അവർ സ്ത്രീകൾ മുഖേന അവർക്ക് ഉണ്ടാകുന്നൊരു സമയം കൂടിയാണെന്നുള്ളതും മനസ്സിലാക്കുക. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖ മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് അഷ്ടമത്തിലാണ് വ്യാഴം നിൽക്കുന്ന. പല വിധത്തിലുള്ള കഷ്ടതകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും അവർക്ക് നിൽക്കുന്നു. അവർക്ക് വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുന്നു. 12ൽ സൂര്യൻ നിൽക്കുന്നു, ബുധൻ നിൽക്കുന്നു, കേതു നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്കൊരുപാട് പ്രതിസന്ധികൾ അലട്ടുന്നൊരു സമയമാണ് ഇപ്പോഴത്തെ സമയം. പല വിധത്തിലുള്ള പ്രതിസന്ധികൾ അവരെ തേടി വരുന്ന സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എങ്കിലും ദശാകാലത്തിൻ്റെ നേട്ടം കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നവരും ഉണ്ട് എന്നുള്ളതും പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുകയാണ്. കാരണം അവരെക്കുറിച്ച് ഓരോ കാര്യങ്ങളെക്കുറിച്ചും വിവരിച്ച് പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് പറയുന്നത്. അവർക്ക് പ്രധാനപ്പെട്ടതായ ഗ്രഹം വ്യാഴമാണ്. ആ വ്യാഴം അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. നവഗ്രഹങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഗ്രഹമാണ് വ്യാഴം. ആ വ്യാഴം അഷ്ടമത്തിൽ നിന്നാൽ പിന്നെ മറ്റ് ഗ്രഹങ്ങളൊക്കെ താൽക്കാലികമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ കൊടുക്കും. ചിലപ്പോൾ ഒരു ദിവസം നേട്ടം വന്നാൽ അടുത്ത ദിവസം നേട്ടം വരണമെന്നില്ല. അത് കുടുംബത്തിൻ്റെ കാര്യമായാലും തൊഴിൽപരമായാലും ധനപരമായാലും, അപ്പോൾ അതുപോലെ മക്കളെ കൊണ്ടാണേലും ഭാര്യയെ കൊണ്ടായാലും ഭർത്താവിനെ കൊണ്ടാണ് ഏത് കാര്യത്തിലും ഒരു നല്ല അനുഭവങ്ങൾ തുടർച്ചയായിട്ട് വന്നു ചേരണമെന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത. പിന്നെ അവർക്ക് നേട്ടം എന്ന് പറയുന്നത് അവരുടെ ദശാകാലത്തിൻ്റെ നേട്ടം കൊണ്ട് ഉള്ള ഒരു ആ ഒരു സന്തോഷവും സമാധാനവും അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ധനാപൂർത്തിയൊക്കെയാണ് അവർക്ക് വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ദശാകാലത്തിൻ്റെ അപഹാരവും ദശാകാലനാഥൻ്റെയോ അല്ലെങ്കിൽ ദശാകാലത്തെ അപഹാരത്തിൻ്റെയോ നേട്ടം കൊണ്ട്. അതല്ലാതെ വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുന്നിടത്തോളം കാലം അവർക്ക് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളും ധനപരമായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും രോഗദുഃഖ ദുരിത പ്രയാസങ്ങളും ആരോഗ്യ പ്രശ്നങ്ങൾ, ആയുസ്സിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഒക്കെ അവർക്ക് വന്നു ചേരുന്ന സമയമാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി വൃശ്ചികക്കൂറാണ്.
വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖകാലാനുജം കേട്ട നാളുകാരെ സംബന്ധിച്ച് 7ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകും, നല്ല മക്കളൊക്കെ ഉണ്ടാകും, വിവാഹമൊക്കെ നടക്കും, വിദേശത്ത് ജോലി ചെയ്ത് ധനം സമ്പാദിക്കാനുള്ള സമയമാണ്. ധനധാന്യ ലാഭം, നല്ല ബുദ്ധിശക്തി, അതുപോലെ തന്നെ നല്ല സൗന്ദര്യമൊക്കെ ഉണ്ടാകുന്ന സമയം, ആരോഗ്യമുണ്ടാകുന്ന സമയം, അങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങളൊക്കെ വന്നിരുന്ന സമയമാണ്. പക്ഷെങ്കിൽ അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ ചൊവ്വ അഷ്ടമത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഇപ്പോൾ അത്ര അനുകൂലമായ ഫലങ്ങളൊന്നും വന്നു ചേർന്നിട്ടില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപൻ ചൊവ്വയുടെ 12ലാണ് വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യമായ നേട്ടങ്ങളൊന്നും 7 നിൽക്കുന്ന വ്യാഴം ഈ ജാതകർക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതൊരു വലിയ പ്രതിസന്ധിയാണ്. അപ്പോൾ ഈ വൃശ്ചികക്കുറുകാർക്ക് നോക്കുമ്പോൾ 7ൽ വ്യാഴം നിൽക്കുന്നു, നല്ലതല്ലേ? കേന്ദ്രഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു, നല്ലതല്ലേ എന്ന് ചോദിച്ചാൽ അവർക്ക് ഒരുപാട് പ്രതിസന്ധികൾ അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് അവരുടെ 4ാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് കൊണ്ട് 4ൽ നിൽക്കുന്ന ശനി അവർക്ക് ഒരുപാട് പ്രതിസന്ധികളെ കൊടുക്കും, കുടുംബപരമായിട്ടുള്ള ഒരുപാട് പ്രതിസന്ധികളെ കൊടുക്കുന്നൊരു സമയമാണെന്നുള്ളതാണ്. പ്രത്യേകിച്ച് കടം ഉണ്ടാക്കി കൊടുക്കുന്നു, അതാണൊരു വിഷയം. ഈ ശനിയാണ് ഇവർക്ക് പല കാര്യങ്ങളിലും തടസ്സം നിൽക്കുന്നത്. അപ്പോൾ കേന്ദ്രഭാവത്തിലാണ് ശനി നിൽക്കുന്നത്, എന്നാൽ കേന്ദ്രഭാവത്തിൽ വ്യാഴവും നിൽക്കുന്നു. ഈ 2 ഗ്രഹങ്ങളിൽ ആർക്കാണ് ബലം എന്ന് ചോദിച്ചാൽ ശനിക്ക് തന്നെയാണ് ബലം. കാരണം വ്യാഴം നിൽക്കുന്നത് ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ക്ഷേത്രത്തിലാണ്, ശനി നിൽക്കുന്നത് ശനിയുടെ സ്വന്തം ക്ഷേത്രത്തിലാണ്. അപ്പോൾ ശനിക്കാണ് ബലം. അപ്പോൾ വൃശ്ചികക്കുറുകാർക്ക് കാര്യമായ നേട്ടങ്ങളൊന്നും ഉണ്ടാകാത്തത് ഈ ശനിയുടെ ഈ 4ാം ഭാവത്തിലുള്ള സ്ഥിതി കൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നാളത്തെ ദിവസം വ്യാഴം കാര്യമായിട്ടൊന്നും ചെയ്യുകയില്ല എങ്കിൽ പോലും അവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടവും ദാമ്പത്യ ജീവിത വിജയവും അതുപോലെ തന്നെ വിദേശത്ത് പോയി പണം സമ്പാദിക്കാനുള്ള മാർഗ്ഗമൊക്കെ കൊടുക്കുന്നു. അപ്പോൾ ജനിച്ച സമയത്ത് വ്യാഴം ഇഷ്ടഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും നാളത്തെ ദിവസം അനുകൂലമായ നല്ല ഫലങ്ങൾ തന്നെ വന്നു ചേരുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാടം, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് 6ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. 6 നിൽക്കുന്ന വ്യാഴം ശത്രുക്കളെ ഇല്ലാതാക്കുമെന്ന് ജ്യോതിഷം പറയുന്നു. അതുപോലെ തന്നെ നിഗൂഢമായ കുറേ അറിവുകളൊക്കെ ലഭിക്കുവാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. മാതാവിന് രോഗദുഃഖ ദുരിത പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. എന്നാൽ ഒരു പ്രത്യേകത, ഈ നാളുകാരെ സംബന്ധിച്ച് അവരുടെ കടബാധകളും പ്രശ്നങ്ങളും ഒക്കെ ഒരു പരിധിവരെ ആശ്വാസകരമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി ഈ നാളുകാരെ കൊണ്ടുപോകുന്നതാണ്. കടം കയറി ഭാരപ്പെട്ട് മനോവ്യാധികളിൽപ്പെട്ട് അല്ലെങ്കിൽ മനോവ്യസനത്തിനിടയാക്കത്തില്ല. അതെല്ലാം ഒരു പരിധിവരെ അതിൻ്റെ ദോഷവശങ്ങളൊക്കെ ഇല്ലാതാക്കി ഈ നാളുകാരെ കൊണ്ടുപോകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. 6ാം ഭാവത്തിൽ നിൽക്കുന്ന അതൊരു പാപഗ്രഹമാണെങ്കിൽ അവർക്ക് രോഗത്താലോ കടബാധകളാലോ ശത്രുതയാലോ ഒക്കെ ഭാരപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ വ്യാഴം എന്ന് പറയുന്ന ശുഭഗ്രഹമാണ് 6ാം ഭാവത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വലിയ ഭാരപ്പെടാനുള്ള സാഹചര്യമൊന്നും വന്നു ചേരത്തില്ല. ശത്രുക്കളുണ്ടെങ്കിൽ അവ ശത്രുതയൊക്കെ വ്യാഴം ഇല്ലാതാക്കുമെന്നും ജ്യോതിഷം പറയുന്നു. കുടുംബസുഖവും ധനപരമായ നേട്ടം ഉൾപ്പെടെയുള്ള തൊഴിൽ ഗുണം ഉൾപ്പെടെയുള്ള നല്ല അനുഭവങ്ങളിൽ കൂടി ഈ നാളുകാർ കടന്നു പോകുന്ന ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണാവട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവിടെ 5ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. കാര്യഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം കാര്യവിജയത്തെ കൊടുക്കുമെന്ന് പറയുന്നു, തൊഴിൽപരമായ നേട്ടത്തെ കൊടുക്കുന്നു. കുടുംബസുഖവും ധനപരമായ നേട്ടവും അവരുടെ ഒട്ടുമിക്ക ജീവിത കാര്യങ്ങളിൽ നല്ല അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് മനസ്സിലാക്കുക. പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യത തീരെ കുറവാണ്. ഏറെക്കുറെ നല്ല അനുഭവങ്ങളിൽ തന്നെ അവർ കടന്നു പോകും എന്നുള്ളതും മനസ്സിലാക്കുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 2 പാദം ചതയം, പൂട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്നൊരു സമയമാണ്. അപ്പോൾ അതിനുവേണ്ടി പ്രവർത്തിക്കുക, അതൊക്കെ നേടിയെടുക്കുക, കഠിനാധ്വാനം ചെയ്യുക, അതിനുവേണ്ടി കഷ്ടപ്പെടുക. അപ്പോൾ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ 2025 മെയ് മാസത്തിനുള്ളിൽ ഇവർക്ക് സ്വന്തമാക്കാൻ പറ്റുന്നൊരു സമയമാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. കുടുംബസുഖവും ധനപരമായ നേട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്ക് വന്നു ചേരുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേട്ട് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ ഈ 2025 മെയ് മാസത്തിനുള്ളിൽ വീടുണ്ടാകും, ഭൂമി മേടിക്കാൻ പറ്റും, വസ്തു വാങ്ങിക്കാൻ പറ്റും, അതുപോലെ വാഹനം വാങ്ങിക്കാൻ പറ്റും. അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു സമയമാണ്. അത് വളരെ ബുദ്ധിയോടുകൂടി പെരുമാറി നേടിയെടുക്കുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പുരുട്ടാതി, തൃട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അത്ര അനുകൂലമായൊരു ദിവസമല്ല. പണം തികയാത്ത അവസ്ഥ വരും. അതുപോലെ തന്നെ നാളത്തെ ദിവസം അവർക്ക് കുടുംബസുഖത്തിൽ കുറവ് വരും. ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ശത്രുത വന്നു ചേരും. അതുപോലെ തന്നെ ധനപരമായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. ധനം തികയാത്ത അവസ്ഥ വന്നു ചേരും. കടം മേടിക്കേണ്ട സാഹചര്യം വരും. തൊഴിൽപരമായുള്ള വലിയ നേട്ടമൊന്നും അവർക്കുണ്ടാകത്തില്ല. അതുപോലെ തന്നെ സർക്കാരിൽ നിന്നുള്ള തിക്താനുഭവങ്ങളൊക്കെ അവർക്കുണ്ടാകാനിടയുണ്ട്. അപ്പോൾ നാളത്തെ ദിവസം എല്ലാം കൊണ്ടും വിപരീതമായ അനുഭവങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക. സ്ഥിര ജോലിയും സ്ഥിര വരുമാനവും ഉള്ളവരൊഴിച്ച് മറ്റുള്ളവർക്കെല്ലാം പ്രതികൂലമായ അനുഭവങ്ങളൊക്കെയാണ് വന്നു ചേരാൻ സാധ്യത എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉൾപ്പെടെ
മക്കളുടെ കാര്യങ്ങളിൽ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പ്രതികൂലമായ അനുഭവങ്ങളാണ് വന്നു ചേരാൻ സാധ്യതയുള്ളൂ. പിന്നെ ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്ക് നാളത്തെ ദിവസം വിപരീത അനുഭവങ്ങളൊന്നും വന്നു ചേരാതെ തന്നെ അവരുടെ ജീവിതം കടന്നു പോകുമെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ളത്. നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നാളത്തെ ദിവസം നമ്മുടെ കേരളത്തിൻ്റെ സ്ഥിതി ധനപരമായ മേഖലകളിൽ ഉണർവുണ്ടാകുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഒട്ടുമിക്ക ആൾക്കാർക്കും ധനം കൈകാര്യം ചെയ്ത ഒട്ടുമിക്ക ആൾക്കാർക്കും പൊതുവെ ധനപരമായ നേട്ടം വന്നു ചേരും. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചാണെങ്കിലും അത്ര നല്ല അനുഭവങ്ങൾ വന്നു ചേരണമെന്നില്ല, തിക്താനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.